സാമ്രാജ്യത്തിലേക്ക് എത്തിയോ? ഇതാണ് ബഗംപുരം. ഇവിടെ മുതൽ അവൻ്റെ സാമ്രാജ്യമാണ്. അതെ, വെള്ളം കുടിച്ചില്ലാന്ന് അമീബ അമീബയുണ്ടോ? അമീബ ചേട്ടത് ഉള്ളതാണ് കേട്ടോ. അത് ഇതിനകത്ത് ഒരു അമ്പലമൊക്കെ ഉണ്ട്, അതിൻ്റെ അവശേഷങ്ങളുണ്ട്. പണ്ട് ആളുകൾ താമസിച്ചിരുന്നുള്ളതിന് തെളിവാണ്. ഒരു അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടപ്പുണ്ട്. വെള്ളം കുടിക്കുന്ന കുടിച്ചാൽ നല്ല വെള്ളം. അത് ആരുടെ പേരിലെ അമ്പലം? പ്രതിഷ്ഠ ഏതാണെന്നറിയോ? ഒരു ശിവന്റെ പ്രതിഷ്ഠയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാടാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ച് വന്നതിനേക്കാൾ അടിപൊളി. എപ്പടി ഇருக்கு? നല്ല ഇருக்கு. നല്ല ഈ ചോലയൊക്കെ ഒന്നുള്ളതല്ലേ, മിനറൽ വാട്ടറിനേക്കാളും നല്ലതായിരിക്കും ഇത്. അതെ. അപ്പോൾ പാണൻകുഴിയിൽ, നമ്മുടെ കൊമ്പനാടിനടുത്ത് പാണൻകുഴിയിലുള്ള എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊരു പുതിയ കൊട്ടവഞ്ചി സഫാരി തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ മഹാഗണി തോട്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമായിട്ട് വരും. അപ്പോൾ ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അഭയാരണ്യം ഇതിനകത്തേക്കൊക്കെ പോകുന്നതിനും ഈ മഹാഗണി തോട്ടത്തിലൊക്കെ പോകുന്നതിനും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള ഈ ഒരു കൊട്ടവഞ്ചി സഫാരിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ കയറി ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കുട്ടവഞ്ചി സഫാരി ഉള്ളത് നമ്മളുടെ പാണൻകുഴിയിലാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പാർക്കിംഗ് ഏരിയയുണ്ട്. കാറിനൊക്കെ ഏകദേശം 50 രൂപയാണ് പൈസ ഈടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടവഞ്ചിക്കാണെന്നുണ്ടെങ്കിൽ 600 രൂപയാണ് ചാർജ്. 4 പേര് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഈ വഴിയിലൂടെ നമ്മൾ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നമ്മൾ പോന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പോയിന്റിലെത്തും. ഈ ഭാഗത്തു കൂടി തന്നെ നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് കയറി പോകാം. പക്ഷേ അതിലൂടെ ഇപ്പോൾ കടത്തി വിടുന്നില്ല. കാരണം ആ ഭാഗത്തൊക്കെ മിക്കവാറും ആന ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അതിലൂടെ ആളുകൾക്ക് പ്രവേശനമില്ല കേട്ടോ. നമ്മൾ ഈ വഴിയിലൂടെ തന്നെ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടന്ന് വേണം നമ്മൾ പോയിന്റിലേക്ക് എത്താനായിട്ട്. ശരിക്കും ഈ ഭാഗം ഉണ്ടല്ലോ അഭയാരണ്യത്തിൻ്റെ ബാക്ക് സൈഡൊക്കെ ആയിട്ട് തന്നെ. ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പോന്നപ്പോഴാണ് അതേ ഒരു വേഴാമ്പലിനെ കണ്ടത്. ശരത്താണ് എന്നെ കാണിച്ചു തന്നത്. അപ്പോൾ ആദ്യം ഞാനിതിനെ കണ്ടില്ല. പിന്നെ നോക്കിയത് അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു തന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വേഴാമ്പലല്ലേ, ചെറിയ വേഴാമ്പൽ. ധാരാളം കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം കേട്ടോ. ആ വേഴാമ്പലിനെ ശരത്ത് അങ്ങനെ എന്നെ കാണിച്ചു തന്നു. ഞാനതിനെ കുറച്ച് നേരം എടുത്തപ്പോഴത്തേക്കും അത് പറന്നു പോയി. എന്നാലും നല്ല രീതിയിൽ കിട്ടി കേട്ടോ. ശരിക്കും നമ്മൾ അവിടെ നിന്ന് കപ്രിക്കാട്ട് എന്താണ് നമ്മുടെ കടന്നു പോരുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ കടന്നിങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ഒരു സാധാരണ പോലെ ഒരു പ്രദേശത്ത് കൂടി നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ അത് നല്ല ഇടതൂറുന്ന ഒരു വനത്തിൻ്റെ പ്രതീതിയായി. ഞാൻ അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതിനപ്പുറത്തേക്ക്, അതിന് തൊട്ടപ്പുറം അഭയാരണ്യത്തിൻ്റെ കുറച്ച് പാർക്ക് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് ആന ഇറങ്ങാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്ക് അങ്ങനെ കയറ്റി വിടാറില്ല എന്ന് പറഞ്ഞു. സമയം 5 പേർ മാത്രം കയറുക. അല്ല വെളി കയറുന്നുണ്ടോ? എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ടൂറിസം മേഖലയിലും ഉള്ളതുപോലെ തന്നെയുള്ള ഏറുമാടങ്ങൾ, അതേപോലെ തന്നെ ഊഞ്ഞാൽ, ഇതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ഏറുമാടത്തിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നതുണ്ടല്ലോ കൊമ്പനാട് ആ കുട്ടവഞ്ചി സഫാരിയുടെ അവിടെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഈ കാണുന്നത് പുലിമുരുകൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നു എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ. അതായത് അങ്ങേക്കരയിൽ കാണുന്നതെല്ലാം പുലിമുരുകൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നതും പുലി വന്ന്
ചാടി ഓടി പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലെയുള്ള ചെറിയ പാർക്ക്, ആ ഏരിയയൊക്കെ ഇവിടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. ഇതിന് തൊട്ട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അതെ, അവിടെ ഇപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ, വന്ന് എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുട്ടവഞ്ചി സഫാരി ഉള്ളതും ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അതായത് ഇതിലൂടെ കുട്ടവഞ്ചി പോകുന്നതാണ്, നമുക്കിനി ചെന്നിട്ട് പോകാനുള്ളതാണ്. ഇത് കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ഇവിടെ നിന്ന് കുട്ടവഞ്ചി സഫാരി ആസ്വദിക്കാൻ കിട്ടുന്നത് കേട്ടോ. പിടിച്ചോ ശരത്ത്, അടി മറിഞ്ഞ കൊട്ടയില്. ഈ സൈഡിലേക്ക് ചാരിക്കോ, ഈ സൈഡിലേക്ക് ചാരിക്കോ. ആ മതി മതി. ശരത്ത് അനങ്ങുമ്പോ അഖിലായിരിക്കും കിടക്കണല്ലേ. നല്ല ഈ ചോലയൊക്കെ കൊന്നുള്ളല്ലേ, മിനറൽ വാട്ടറിനേക്കാളും നല്ലതായിരിക്കും. അതെ, ശരിയുള്ള അടിപൊളി ലൊക്കേഷനുകളാണല്ലേ. ശരത്ത് പറഞ്ഞ പോലെ വെയിലോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു. നല്ല തണുപ്പ് കാറ്റ്. അതെ, പാറ നോക്കി നോക്കി പോണോ അല്ലേ. ഇതിവിടെ പാറ തട്ടുവോ? രാശേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളിയാടാ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ച് വന്നതിനേക്കാൾ അടിപൊളി. எப்படி இருக்கு? நல்லா இருக்கு. അങ്ങനെ മുങ്ങൊന്നുമില്ല, ആ കാര്യത്തിൽ പേടിക്കണ്ട. മുങ്ങോ മറിയൂല, ഇവിടെ 2 തവണ കയറിയിരുന്നാലും മറിയില്ല. അതെ, ശരിക്കും 1/2 മണിക്കൂറല്ലേ? തുഴയ നല്ല മല്ലല്ലേ. കുഴപ്പമില്ല, വലിയ ഒഴുക്കിലൊക്കെ ചെന്നാലാ കുഴപ്പമുള്ളൂ. ഒന്നും വലിയ ഒഴുക്കില്ല. രസമുണ്ട് ഗ്യാപ്പ്. ഇപ്പം കൊള്ളാം, അടിപൊളിയല്ലേ. സാമ്രാജ്യത്തിലേക്ക് എത്തിയോ? ഇതാണ് ബഗംപുരം. ഇവിടം പോലെ അങ്ങനെ അവൻ്റെ സാമ്രാജ്യമാണ്. അതെ, വെള്ളം കുടിച്ചില്ലാന്ന് വെള്ളം കുടിക്കില്ല. അമീബ ഉണ്ടോ? അമീബ ചേട്ടാ ഉള്ളതാണ് കേട്ടോ അത്. അതെ, ഇതിനകത്ത് ഒരു അമ്പലമൊക്കെ ഉണ്ട്, അതിൻ്റെ അവശേഷങ്ങളുണ്ട്. പണ്ട് ആളുകൾ താമസിച്ചിരുന്നുള്ളതിന് തെളിവാണ്. ഒരു അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടപ്പുണ്ട്. വെള്ളം കുടിക്കുന്ന കുടിച്ചാൽ നല്ല വെള്ളം. അത് ആരുടെ പേരിലെ അമ്പലം? പ്രതിഷ്ഠ ഏതാണെന്നറിയാം? ഒരു ശിവന്റെ പ്രതിഷ്ഠയാണ്. ബഗപുരം. എന്തൊരു സാധനം ഉണ്ടല്ലേ. ഇത് വെള്ളത്തിൽ മുങ്ങിയാൽ കുഴപ്പമില്ലല്ലോ. നീ വേണമെങ്കിൽ മുങ്ങിക്കോ. ഇതാണ് ശരിക്കും ബഗപുരം അല്ലേ? തൊട്ടിക്കോല് ഞാൻ അഖിലിന്റെ കയ്യിലേക്ക് കൈമാറി. ഇവനെ കയറാൻ പാടായിരിക്കും അല്ലേ?
ഇതാണ് അപ്പോൾ ശരിക്കും ബഗപുരം അല്ലേ? ആ ഇതാണ് ബഹപുരം. ഇവിടെ മുതൽ അങ്ങോട്ട് മേളിലേക്ക്. മേളിലേക്ക്. ഈ ഭാഗത്തേക്ക് അപ്പുറത്തുനിന്നൊക്കെ വഴി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, കാടാണ് ശരിക്കും അല്ലേ? പിന്നെ നമ്മൾ ഇവിടുന്ന് മലയാറ് സുൽത്താൻകെട്ട് ഡാമിലേക്കുള്ള വഴിയുണ്ട്. അതെ അല്ലേ? നമ്മളൊരു വഴി സുൽത്താൻകെട്ട് വഴിയുണ്ട്. പക്ഷേ അതിൽ സർവീസൊന്നുമില്ല കേട്ടോ. ആ ആ. പണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച ഈസ്റ്റർ പ്രമാണിക്കൊക്കെ പുറന്നു കൊടുക്കാറുണ്ട്. കോതമംഗലത്ത് വടാട്ട് പറയുന്നൊക്കെ വരുന്ന ആളുകൾക്ക് അങ്ങനെ പോകാൻ പറ്റുമോ നമുക്ക്? കറങ്ങി ശ്രമിച്ചു നോക്കാം. ചിലപ്പോൾ അവിടെ വെള്ളം കുറവായിരിക്കും അല്ലേ? ആ പക്ഷേ ഒഴുക്കുണ്ട്. ബുദ്ധിമുട്ടായിരിക്കും. അടിയൊക്കെ നിൽക്കും. കുട്ടിയിലും കണ്ട് കറക്കുമോ പോലെ. ഞാൻ ചേട്ടനോട് ചോദിക്കാനിരിക്കുന്നു, കറക്കുണ്ടോ ചേട്ടാ ഇവിടെ, കറക്കലുണ്ടോ എന്ന് ചോദിക്കാനിരിക്കായിരുന്നു. മുട്ടി പറഞ്ഞിട്ടാ പിന്നെ പോകും. അതെ അല്ലേ? ശ്രമിക്കാൻ നമുക്ക്. ചേട്ടൻ വരുന്നോ? എൻ്റെ പേര് അജയൻ. അജയൻ. ആലാട്ടർ എവിടെയാണ് നിങ്ങൾ വീട്? ഞങ്ങള് പെരുമ്പാവൂരപ്പുറം, നമ്മുടെ വെങ്ങോലയല്ലേ? വെങ്ങോല. ഇവനാണ് ആലാട്ടേറയിലുള്ളത്, അയ്യപ്പുറയിലിരിക്കുന്നത്. അതെ, അപ്പൊ നിങ്ങളൊക്കെ പരിചയക്കാരായി, അയൽക്കാരായി. അതാ കാണുന്നതാണ് കേട്ടോ ബഗതുരുത്ത് എന്ന് പറയുന്നത്. ആ ബഗതുരുത്തിൽ നിന്ന് ഞങ്ങൾ ഇപ്പുറത്തേക്ക് കടന്നു. നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നു ആദ്യം, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കടന്ന് ഇതാ ഇങ്ങ് പോന്നു കേട്ടോ കുറെ. അപ്പൊ പണ്ട് ഭീമൻ വന്ന് ബഗനെ വധിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ഇതാ കാണുന്ന ബഗതുരുത്ത്. നമ്മൾ ഈ യാത്ര അങ്ങനെ പോന്നു കഴിയുമ്പോൾ കുറേ കാഴ്ചകൾ കണ്ടു പോരട്ടോ. വ്യത്യസ്തങ്ങളായ ഇവിടെയൊക്കെ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ പ്രദേശമാണ് ഈ ഭാഗത്തൊക്കെ. ഇന്നൊരു സ്വല്പം വെള്ളം കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി കഴിഞ്ഞാൽ ആ പാറക്കെട്ടൊക്കെ മുങ്ങി പോകുമായിരിക്കും. അപ്പോൾ ഇന്ന് ചേട്ടനൊക്കെ ആണെങ്കിലും തുഴയാനാണെങ്കിലും കുറച്ച് പാടാണ്. കാരണം ഈ ചില ഭാഗത്ത് പാറകളൊക്കെ ഉള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അടി തട്ടാനൊക്കെ സാധ്യതയുണ്ടല്ലോ. ശരിക്കും ഇവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമല്ലേ? പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോവല്ലേ ചേട്ടാ? നേരെ നമുക്ക് അവിടം വരെയും പോവാം. അപ്പുറത്ത് പോകാല്ലേ? അപ്പുറത്ത് പോവാം. മഹാഗണിത്തോട്ടം. ആ ആ ആ അവിടെ ആ ഏരിയ അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെയൊന്നും റിലാക്സ് ചെയ്യാൻ പറ്റില്ല. ആനകൾ ഏത് സമയം വന്ന്. അതെ, ശരിക്കും ഈ പോണ വഴിക്ക് ആനകൾ ഉണ്ടാവാറുണ്ടോ? നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ ആന, ആ സമയത്ത് ആന ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറക്കില്ല? ആന ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വേണം. ഇപ്പം നമ്മളാ ബഹംപൂരം കാണിച്ചു തന്നില്ലേ, അതിൻ്റെ ആ മൂലക്ക് ഒന്നൊക്കെ ഇറങ്ങണം. പിന്നെ ഇവിടെ വന്ന് ഇറങ്ങും. ആ കാണുന്ന മലയിലാണ് ഇവരുടെ പകൽവാസം. അതെ അല്ലേ? അത് കഴിഞ്ഞിട്ട് നൈറ്റ്. അല്ല, ആന ഈ ഭാഗത്തുണ്ടെങ്കിൽ ഇത് കൊട്ടവഞ്ചി സവാരി ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവോ? ഇല്ല, അങ്ങനെ ശല്യമൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഞാൻ ചോദിക്കുന്ന ഈ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ ആന അവിടെ നിൽക്കണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിക്കാതെ. അങ്ങനെയുള്ള സമയത്ത് ഉണ്ടെങ്കിൽ കാണാം, പക്ഷെ അതിന് ശല്യമൊന്നുമില്ല. നമുക്ക് ശല്യം ചെയ്യാറില്ല. ഇല്ല അല്ലേ? അവിടെ നിൽക്കും, ആ സൈഡിലവിടെ നിൽക്കും. നമ്മൾ ബഗന്റെ സാമ്രാജ്യത്തിൽ വന്നിട്ട് ബഗചരിത്രം കൂടി പറയാതെ പോവുക എന്ന് പറയുന്നത് ഈ വീഡിയോ പൂർണ്ണമാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ബഗന്റെ ചരിത്രം എന്താണെന്ന് കൂടി ജസ്റ്റ് പറയാം. അതായത് പണ്ട് കാലഘട്ടത്തിൽ അമ്മയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ മഹാഭാരതം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു കഥാഭാഗം തന്നെയാണ് ബഗന്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ബഗൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടതകൾ നിറഞ്ഞ ഒരു അസുരൻ അവിടെ ഈ ഒരു ബഗപുരം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് താമസിച്ചിരുന്നുവെന്നും ഇതിൻ്റെ മറുകരയിൽ താമസിച്ചിരുന്ന ആളുകളുടെ അടുത്തേക്ക് വനവാസ കാലഘട്ടത്തിൽ കുന്തിയും പഞ്ചപാണ്ഡവരും എത്തിച്ചേരുമ്പോൾ
അവിടെ അന്ന് ബഗൻ ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഇങ്ങേ കരയിൽ നിന്ന് എല്ലാ ദിവസവുമോ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലുമോ ആ ഒരു രീതിയിൽ ഭക്ഷണവും മറ്റുമായിട്ട് ഇവിടെ നിന്ന് ആളുകൾ പോകണം. അങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ബഗൻ്റെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാളയും കാളവണ്ടിയിലും മറ്റുള്ള പലതരം വിഭവങ്ങൾ ഒക്കെ അടങ്ങിയ ചോറ് അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അടങ്ങിയതെല്ലാം കൊണ്ടുപോകണം. ആ കൊണ്ടുപോകുന്ന കാളയെയും കൊണ്ടുപോകുന്ന ആളെയും ബഗൻ കൊല്ലും. അങ്ങനെ അതായത് ഒരു എന്താ പറയുക നരഭോജി കൂടിയായിരുന്നു ബഗൻ എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബഗൻ എന്ന് പറയുന്ന കഥാപാത്രം ഉള്ള ഒരു പ്രദേശമായിരുന്നു ഈ ബഗപുരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് പഞ്ചപാണ്ഡവർ എത്തുമ്പോൾ ഒരു വീട്ടിൽ എത്തിച്ചേരുമ്പോൾ അവർ ഭയങ്കര വിഷമത്തോടു കൂടി കരഞ്ഞ് ഇരിക്കുന്നത് കണ്ടിട്ട് കുന്തി ചോദിക്കും, എന്താണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇങ്ങനെ ബഗൻ്റെ സാമ്രാജ്യത്തിലേക്ക് ഇന്ന് പോകേണ്ടത് ഞങ്ങളാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ആ വ്യക്തിയുടെ മകനാണ് അന്ന് ബഗൻ്റെ അടുത്തേക്ക് കാളവണ്ടിയിൽ ഭക്ഷണവുമായിട്ട് പോകേണ്ടത്. അപ്പോൾ കുന്തി പറയുക, നിങ്ങൾ വിഷമിക്കേണ്ട, ഇന്ന് നിങ്ങൾക്ക് പകരം എൻ്റെ മകൻ ഭീമൻ ഇന്ന് ഭക്ഷണവുമായിട്ട് പോകും. അപ്പോൾ ഭീമനിൽ അന്ന് കുന്തിക്ക് ഭയങ്കരമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഭീമൻ പോകും എന്ന് പറയുകയും അങ്ങനെ ഭീമൻ ഭക്ഷണവുമായിട്ട് ബഗൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ബഗനെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കൊണ്ടുചെന്ന ഭക്ഷണങ്ങൾ മുഴുവൻ ഭീമൻ കഴിച്ചു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ച അന്നേരം അതിൽ നിന്ന് പ്രകോപിതനായിട്ട് ബഗൻ ഭീമനുമായിട്ട് യുദ്ധം ചെയ്യുകയും സ്വാഭാവികമായും ഭീമൻ ബഗനെ കൊല്ലുകയും ചെയ്തു എന്ന് മഹാഭാരതത്തിലെ ചരിത്രം പറയുന്നു. അപ്പോൾ ആ ഒരു കഥയെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് പാണൻകുഴി എന്ന് പറയുന്ന ഭാഗം പറയപ്പെടുന്നത്. മഹാഭാരതത്തിൻ്റെ ഏടുകളിലെ പല ഭാഗങ്ങളും കേരളവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള ചെമ്പറക്കി എന്ന് പറയുന്ന സ്ഥലം അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ മഹാഭാരതത്തിൻ്റെ വനവാസ കാലഘട്ടത്തിൽ പാണ്ഡവരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കാടിനെ അറിഞ്ഞുള്ള അല്ലെങ്കിൽ അരുവിയെ അറിഞ്ഞുള്ള മനോഹരമായിട്ടുള്ള ഈ കുട്ടവഞ്ചി സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് ഇറങ്ങി കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരുന്നു. പക്ഷേ എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല. എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആകുന്തോറും ഇവിടെ നല്ല തിരക്കാവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ വരുന്നവർ ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് കുറുപ്പമ്പടിക്ക് എത്തിയതിന് ശേഷം അവിടെ നിന്ന് വേങ്ങൂർ റോഡിലേക്ക് കയറുമ്പോൾ നമ്മൾ അവിടെ ഒരു കുരിശുള്ളൊരു ഭാഗത്തെത്തും. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോന്നു കഴിഞ്ഞാൽ നേരെ പാണൻകുഴി. ഇനിയിപ്പോൾ ആരോട് സംശയം ചോദിച്ചാൽ ഈ ഗൂഗിൾ മാപ്പ് ഇട്ടാലും നിങ്ങൾക്ക് വരാം. പാണൻകുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പിന്നെ എന്താ പറയുക ഈ ഭാഗത്തേക്ക് എത്തിച്ചേരാം കേട്ടോ. ഇനി ഇവിടെ വരുന്നവർക്ക് ഈ ഒരു കുട്ടവഞ്ചി സഫാരി മാത്രം അല്ലാട്ടോ ഉള്ളൂ. ഇതേപോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ഊഞ്ഞാലാട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇതേപോലെയുള്ള അരുവിയിൽ ഈ ഭാഗങ്ങളിലൊക്കെ ആളുകൾക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ പോലെയുള്ള സ്ഥലമാണ്. വെള്ളം കുറവാണല്ലോ. ഒരുപാട് വെള്ളം കൂടിയുള്ള സമയത്തൊന്നും ഇവിടെ ആൾ ഇറക്കില്ല. അല്ലാത്ത സമയങ്ങളിൽ അവിടെ ശ്രദ്ധിക്കാനും ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി കുളിക്കാനും അത്യാവശ്യം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ, അതായത് പാണിയേലി പോര് ഉള്ള ഭാഗങ്ങളിലൊക്കെ ഭയങ്കരമായ ചതിക്കുഴികൾ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഭാഗത്ത് അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള ചില ഭാഗങ്ങളിൽ അവർ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ടോ, ഇത് ശരിക്കും ഇവിടെ വെള്ളം തീരെ കുറയുന്ന സമയത്ത് വെള്ളം കെട്ടി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് വരുന്നവർക്ക് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് കെട്ടി നിർത്തിയിരിക്കുന്ന തടയാണയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു സ്നാക്ക് കോർണറുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ അല്ലേ. ഞാനൊക്കെ ഇവിടെ ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളാണ്. അപ്പോൾ എനിക്കൊക്കെ വരാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ എറണാകുളം ജില്ലയിലുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിൽ ഇങ്ങനെ ഒരു കുട്ടവഞ്ചി സഫാരി ഇപ്പോൾ തുടങ്ങിയിട്ട് 1 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ വരാനൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ആളുകളെല്ലാവരും വരിക. ഇങ്ങനെ ഒരു നല്ലൊരു അവസരം കാടിൻ്റെ ഉള്ളിലൂടെ അരുവിയുടെ എന്താ പറയുക അരുവികൾക്ക് ഇടയിലൂടെ എന്ന് പറയാം അല്ലേ, പാറക്കെട്ടുകൾക്കൊക്കെ നിറഞ്ഞ അരുവികളുടെ ഇടയിലൂടെയുള്ള ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, വന്ന് ആസ്വദിക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.